നമസ്കാരം. സഞ്ജു സാംസൺ ഇന്ത്യയുടെ പ്ലേയിങ് 11 കളിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ ഇന്ത്യ vs UAE മത്സരത്തിൽ സഞ്ജു സാംസൺ പ്ലേയിങ് 11 കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. പക്ഷേ സഞ്ജു സാംസൺ ഇന്ത്യയുടെ പ്ലേയിങ് 11 കളിക്കുന്നത് അറ്റ് വാട്ട് കോസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്പണിങ്ങിൽ സഞ്ജു സാംസണെ കളിപ്പിക്കുന്നില്ല. ഗില്ലിനെ കളിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സഞ്ജു സാംസണിനെ ഓപ്പണിങ്ങിൽ കളിപ്പിക്കുന്നില്ല. നമ്പർ 3 കളിപ്പിക്കാൻ ചാൻസ് ഇല്ല. ഇന്നലെ സൂര്യകുമാർ യാദവാണ് നമ്പർ 3 ഇറങ്ങിയത്. തിലക് വർമ്മയാണ് നമ്പർ 4 മിക്കവാറും വരാനായിട്ടുള്ള ചാൻസ്. സോ നമ്പർ 5 സഞ്ജു സാംസൺ കളിക്കുന്നത്. ഇത് ടീമിൻ്റെ ഇതുവരെയുള്ള കളിച്ചു വന്ന ആ ഒരു സ്ട്രാറ്റജിയും ആ ഒരു ബാലൻസിനെയും എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ് ചോദ്യം. സഞ്ജു സാംസൺ നമ്പർ 5 കളിക്കുമ്പോഴത്തേക്ക് തിലക് വർമ്മയ്ക്ക് നല്ലതാണ്. തിലക് വർമ്മയ്ക്ക് അവരുടെ പൊസിഷൻ കിട്ടും. നമ്പർ 3 നമ്പർ 4 തീർച്ചയായിട്ടും കിട്ടും. സൂര്യകുമാർ യാദവും തിലക് വർമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അവർക്ക് കളിക്കാൻ പറ്റും. പക്ഷേ ചോദ്യം, നമ്പർ 5 സഞ്ജു സാംസന്റെ റെക്കോർഡ് അത്ര നല്ലതല്ല. മിഡിൽ ഓർഡറിൽ കളിച്ചിട്ടോ അല്ലെങ്കിൽ ഫിനിഷർ ആയിട്ടോ സഞ്ജു സാംസന്റെ റെക്കോർഡ് അത്ര നല്ലതല്ല. ആസ് എ ടീം ഈ ഒരു ബാലൻസിൽ ഉണ്ടാക്കിയ മാറ്റം എങ്ങനെ ടീമിനെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജിതേഷ് ശർമ്മ ഈ ഒരു IPL കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു ആസ് എ ഫിനിഷർ. അപ്പോൾ ജിതേഷ് ശർമ്മയെ മാറ്റിയിട്ടാണ് സഞ്ജു സാംസനെ കളിപ്പിക്കുന്നത്. സഞ്ജു സാംസൺ കളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അത് ടീമിൻ്റെ ബാലൻസിനെ എത്രത്തോളം ബാധിക്കും? ഇതിനെല്ലാം റീസൺ പറഞ്ഞു വരുന്നത് ഇതാണ്. ഇതിനെല്ലാം റീസൺ ശുഭ്മൻ ഗിൽ എന്ന് പറഞ്ഞ ഒരാൾ ടോപ്പിൽ കളിപ്പിക്കാൻ എടുത്ത ഒരു തീരുമാനമാണ്. അവിടെയാണ് ഒരു ചോദ്യം. ഇന്ത്യൻ കോച്ച് ആൻഡ് ക്യാപ്റ്റൻ സഞ്ജു സാംസണെ ഇത്രയും ബാക്ക് ചെയ്യുന്നു, സഞ്ജു സാംസണെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ സെലക്ടേഴ്സ് ശുഭ്മൻ ഗില്ലിനെ ഓപ്പണിങ്ങിലേക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അവിടെ ഒരു സെയിം പേജിലാണോ സെലക്ടേഴ്സും കോച്ചും ക്യാപ്റ്റനും എല്ലാവരും എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അജിത് അഗാർക്കർ ടീം അനൗൺസ് ചെയ്ത സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. സഞ്ജു സാംസൺ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൽ കളിച്ചു, ശുഭ്മൻ ഗില്ലോ അല്ലെങ്കിൽ യശസ്വി ജയ്സ്വാൾ ഇല്ലാതിരുന്ന സമയത്ത് ആ ഒരു റീസൺ കൊണ്ടാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലേക്ക് വരുന്നതെന്ന് ഒട്ടും ആരോഗ്യപരമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അന്ന് അജിത് അഗാർക്കർ നടത്തിയത്. സോ സെലക്ടേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ സഞ്ജു സാംസനെ അവർക്ക് അത്ര താല്പര്യമില്ലാത്ത രീതിയിൽ വിസിബിളായിട്ട് അവരുടെ സംസാരത്തിലുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ ആൻഡ് കോച്ച് സഞ്ജു സാംസനെ ബാക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സൂര്യകുമാർ യാദവ് അത് ഓപ്പണന്റിനെ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു പ്രസ് കോൺഫറൻസിൽ സഞ്ജു സാംസനെ കുറിച്ച് ചോദിക്കുമ്പോൾ വിൽ ടേക്ക് കെയർ ഓഫ് ഹിം എന്ന് തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് സൂര്യകുമാർ യാദവ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സഞ്ജു സാംസൺ അശ്വിനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ സഞ്ജു സാംസൺ പറയുന്നുണ്ടായിരുന്നു, ഗൗതം ഗംഭീർ എത്ര പ്രാവശ്യം നീ ഒരു 20 പ്രാവശ്യം ഡക്കായാലും നിന്നെ കളിപ്പിക്കുന്ന ഗൗതം ഗംഭീർ സഞ്ജു സാംസണോട് പറഞ്ഞതായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ സഞ്ജു സാംസൺ തന്നെ പറയുന്നുണ്ടായിരുന്നു. സോ കോച്ചിൻ്റെയും ക്യാപ്റ്റൻ്റെയും ബാക്കിങ് സഞ്ജു സാംസണ് പ്രോപ്പറായിട്ട് കിട്ടുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നത് ഇവിടെ ശുഭ്മൻ ഗില്ലിനെ ഈ ഒരു ടീമിലേക്ക് കുത്തി കയറ്റിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ആസ് എൻ ഓപ്പണർ നന്നായിട്ട് കളിച്ചു, ഇന്നലത്തെ മാച്ച് നന്നായിട്ട് കളിച്ചു, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ സഞ്ജു ആൻഡ് അഭിഷേക് ശർമ്മ ഈ ഒരു കോമ്പിനേഷൻ ഇന്ത്യ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കളിച്ചു വന്നൊരു ഓപ്പണിംഗ് കോമ്പിനേഷനാണ്. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ശുഭ്മൻ ഗില്ലിനെ അവിടെ കളിപ്പിക്കുന്നു. അതിൻ്റെ പേരിൽ ശരിക്കും പറഞ്ഞാൽ സഞ്ജു ഫാനൊന്നും അല്ലാതെ നമ്മളൊരു ഫേവറേറ്റിസം ഒന്നും പറയാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഓർഡറിലാണ് ഒരു വിക്കറ്റ് കീപ്പർ കളിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിതേഷ് ശർമ്മയായിരുന്നു കളിക്കേണ്ടതെന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു വർഷത്തെ IPL പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സഞ്ജു സാംസന്റെ മിഡിൽ ഓർഡറിൽ അല്ലെങ്കിൽ ആസ് എ ഫിനിഷർ റെക്കോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ജിതേഷ് ശർമ്മ ഈസ് മോർ ഡിസേർവിങ് ഇപ്പോൾ മിഡിൽ ഓർഡറിലോ അല്ലെങ്കിൽ ഫിനിഷറോ ആയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പറയേണ്ടി വരും. പക്ഷേ കോച്ചിനും ക്യാപ്റ്റനും സഞ്ജു സാംസനെ ബാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെലക്ടേഴ്സ് ഇനി വൈസ് ക്യാപ്റ്റനാക്കി ശുഭ്മൻ ഗില്ലിനെ ടീമിലേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിച്ചാലും സഞ്ജുവിനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കോച്ച് ആൻഡ് ക്യാപ്റ്റൻ എടുത്തിരിക്കുന്നത്. ജിതേഷ് ശർമ്മ സഞ്ജു സാംസനെ കളിപ്പിക്കും. ഇനി മിഡിൽ ഓർഡറിലായാലും ഫിനിഷറിലായാലും ഞങ്ങൾ സഞ്ജു സാംസനെ കളിപ്പിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാപ്റ്റൻ ആൻഡ് കോച്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് കോച്ച് ആൻഡ് ക്യാപ്റ്റൻ ഒരു സൈഡിലും സെലക്ടേഴ്സ് വേറൊരു സൈഡിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി മറ്റൊരു കാര്യം, അർഷ്ദീപ് സിംഗ് ടീമിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടെസ്റ്റ് സീരീസിൽ നമ്മളുണ്ട് അർഷ്ദീപ് സിംഗിന് ഒരു അവസരം കൊടുത്തില്ല. ആകാശ് ദീപിനെയാണ് അവർ കളിപ്പിച്ചത്. ഇനി ഇപ്പോൾ ഏഷ്യ കപ്പിലേക്ക് വന്നപ്പോൾ വീണ്ടും അർഷ്ദീപ് സിംഗിന് ടീമിൽ ഇടമില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഇന്ത്യയുടെ ഒരു കോമ്പിനേഷൻ, ബോളിംഗ് കോമ്പിനേഷൻ ഇങ്ങനെയാണ്: ഒരു ഫാസ്റ്റ് ബോളർ, 2 ഓൾറൗണ്ടേഴ്സ് പ്ലസ് 3 സ്പിന്നേഴ്സ് എന്നുള്ളൊരു കോമ്പിനേഷനാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ അങ്ങനെ തന്നെയാണ് കളിച്ചത്. സോ ആ ഒരു റീസൺ കൊണ്ടാണ് അർഷ്ദീപിനെ കളിപ്പിക്കാത്തതെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ശരിക്കും പറഞ്ഞാൽ ശിവം ദുബെ അറ്റ് നമ്പർ 8 ഇന്ത്യക്ക് ബാറ്റിംഗ് വേണ്ട. അവിടെ അർഷ്ദീപ് ഒരു പ്രോപ്പർ ബോളർ കളിക്കുന്നതാണ്. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യക്ക് ഇന്നലെ ബോളിംഗ് ഓപ്പൺ ചെയ്തത്. ഹാർദിക് പാണ്ഡ്യക്ക് ഏത് സിറ്റുവേഷനിലും അങ്ങനെ ഹാർദിക് പാണ്ഡ്യ പ്ലസ് ബൂംറ എന്ന് പറയുന്ന ഒറ്റ ബോളർ, പേസ് ബോളറിനെ വെച്ചിട്ട് ഇന്ത്യക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഏഷ്യ കപ്പിൽ ഒരുപക്ഷെ പറ്റുമായിരിക്കും, എനിക്കറിയില്ല. ഏഷ്യ കപ്പിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് പറ്റുമായിരിക്കും. കാരണം നല്ലൊരു ഒപ്പണന്റ്, നല്ല ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഒപ്പണന്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യ രക്ഷപ്പെട്ടു പോകുമായിരിക്കും. പക്ഷേ ഇല്ല എന്നുണ്ടെങ്കിൽ
ശരിക്കും അവിടെ ഒരു ബോളറും കൂടെ വേണമെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഹർഷ്ദീപ് സിംഗ് പ്ലസ് ജസ്പ്രീത് ബുംറ. അവിടെ ശിവം ദുബെ എന്ന് പറഞ്ഞ ഒരു ഓൾറൗണ്ടറിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. പ്രത്യേകിച്ചും ഹർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, സഞ്ജു സാംസൺ അവിടെ 3 പേര് അവിടെ ഫിനിഷർ അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ കളിക്കുന്ന സമയത്ത് അതായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ സ്ട്രാറ്റജീസ് ആണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ സക്സസ്ഫുള്ളി വിൻ ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ സോ ഡിസപ്പോയിൻറ്റഡ്. അതായത് ഹർഷ്ദീപ് സിംഗിൻ്റെ ഒരു വിധി ഓർക്കുമ്പോൾ സോ ഡിസപ്പോയിൻറ്റഡ്. അതേ സമയത്ത് കുൽദീപ് യാദവിനെ അല്ലെങ്കിൽ നമുക്ക് വരുൺ ചക്രവർത്തി നമുക്ക് പുറത്തിരിക്കാൻ ചിന്തിക്കുകയേ വേണ്ട. അവർ രണ്ടുപേരും തീർച്ചയായിട്ടും ടീമിൽ കളിച്ചിരിക്കണം. ആ കോസ്റ്റിൽ ഒരിക്കലും ഹർഷ്ദീപ് സിംഗിനെ കളിപ്പിക്കാൻ പറ്റില്ല. സോ സ്വാഭാവികമായിട്ടും ശിവം ദൂബെ ടീമിൽ വരുന്നതുകൊണ്ട് ഹർഷ്ദീപ് സിംഗിന് കളിക്കാൻ പറ്റില്ല. അതൊരു വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഹർഷ്ദീപ് സിംഗിനെ കാര്യം ആലോചിക്കുമ്പോൾ T20 നമ്പർ 1 ബോളറാണ്. ഇന്ത്യക്ക് വേണ്ടി T20 ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഡെത്ത് ഓവേഴ്സിൽ ഇത്രയും മനോഹരമായിട്ട് ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ്. പക്ഷേ പുറത്തിരിക്കേണ്ടി വരുന്നത് വളരെ നിർഭാഗ്യകരമാണെന്ന് പറയേണ്ടി വരും. സോ അപ്പോൾ അതാണ് ശിവം ദൂബെ നല്ലൊരു ബാറ്റ്സ്മാനാണ്. അതുപോലെ തന്നെ ഇന്നലെ 3 വിക്കറ്റ് ഇട്ട് തൻ്റെ ബോളിംഗ് എബിലിറ്റിയും ഇതിനു മുമ്പും പ്രൂവ് ചെയ്തിട്ടുണ്ട്. UAE കൂടെ ആണെങ്കിൽ പോലും അത് നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. പക്ഷേ ഹർഷ്ദീപ് സിംഗ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ബോളറും കൂടെ വേണമെന്നുള്ളത് എൻ്റെ ഒരു തോട്ടാണ്. പക്ഷേ സെലക്ടേഴ്സിന് അവരുടേതായ റീസൺസ് ഉണ്ടാവും. എന്തായാലും സഞ്ജു ടീമിലേക്ക് വന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ബാലൻസിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പോൾ പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും ഒക്കെയാണ്, അഫ്ഗാനിസ്ഥാനും ഒക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകും. ഇന്ത്യ കപ്പടിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ UAE ഒരു കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താണ്. സ്പിന്നേഴ്സിനെ വെച്ചിട്ടുള്ള സ്ട്രാറ്റജി ഇന്ത്യക്ക് വർക്ക് ചെയ്തതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ. ബട്ട് ഹർഷ്ദീപ് സിംഗ് കളിക്കുന്നില്ല എന്ന് എന്തോ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഒരു കളിക്കണം എന്നുള്ളത് ഇന്ത്യ ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് കളിച്ചപ്പോഴും ഞാൻ ആഗ്രഹിച്ചാണ്. കുൽദീപ് യാദവിൻ്റെ കാര്യം ആഗ്രഹിച്ചാണ്. എന്നാലും കുൽദീപ് യാദവ് ടീമിലേക്ക് വന്നിട്ട് അത് പ്രൂവ് ചെയ്തു. എന്തുകൊണ്ട് കുൽദീപ് യാദവ് എപ്പോഴും 11 വേണം, ഡിസേർവ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ആര് കളിച്ചാലും കളിച്ചില്ലെങ്കിലും 11 കുൽദീപ് യാദവ് എന്ന് പറയുന്ന ഒരു ബോളർ വേണമെന്നുള്ളത് കുൽദീപ് യാദവ് ഇന്നലെ പ്രൂവ് ചെയ്തതാണ്. ഇനിയും പ്രൂവ് ചെയ്യും 100%. അതുപോലെ തന്നെയാണ് ഹർഷ്ദീപ് സിംഗ് ഡിസേർവ് ടു ബി ഇൻ ദ ടീം. അറ്റ് വാട്ട് കോസ്റ്റ് എന്നുള്ളത് സെലക്ടേഴ്സ് തീരുമാനിക്കേണ്ടതാണ്. ഇതിനകത്ത് നമുക്ക് പലതും പറയാം. എൻ്റെ താല്പര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇതിനകത്തൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ സഞ്ജു സാംസൺ വരുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ഒരു ബാറ്റിങ്ങിൽ വരുന്ന ആ ഒരു ഷിഫ്റ്റ്, ഇനി അഥവാ സഞ്ജു സാംസൺ ഇനി വരുന്ന മാച്ചുകൾ നമ്പർ 3 നമ്പർ 4 കളിക്കുകയാണെങ്കിൽ തിലക് വർമ്മ താഴെ കളിച്ചിട്ട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് താഴെ കളിച്ചിട്ട് പരാജയപ്പെട്ട ഒരു പ്ലെയറാണ്. അതായത് നമ്പർ 3 തിലക് വർമ്മ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്, അല്ലെങ്കിൽ മാക്സിമം നമ്പർ 4. സോ സഞ്ജു സാംസനെ തീർച്ചയായിട്ടും നമ്പർ 5 കളിപ്പിക്കാൻ പറ്റും. ഇനി അഥവാ മേളിൽ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തത്തിലൊരു കുഴമ്പ് പരുവത്തിലാവും. അത് ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ ബാധിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.